അറ്റകുറ്റപ്പണിക്കായി മൂലമറ്റം പവർ ഹൗസ് അടച്ചിടാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് മാറ്റി. തീരുമാനം മാറ്റിയത് മലങ്കര അണക്കെട്ടിൽ നിന്നുള്ള ജലവിതരണം തടസ്സപ്പെട്ടേക്കാമെന്ന ആശങ്കയെ തുടർന്ന്. വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസിൽ, ഏതായാലും അറ്റകുറ്റപ്പണി ഇനി എപ്പോൾ നടത്താനാണ് ഇപ്പോൾ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? സിജു, ഈ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട് പവർ ഹൗസിൽ. അതുമായി ബന്ധപ്പെട്ടാണ് അടച്ചിട്ട പ്രവർത്തനം ഒരു മാസം അടച്ചിടാനാണ് നേരത്തെ KSEB തീരുമാനിച്ചിരുന്നത്. ഈ നിലവിൽ ഈ പെൻസ്റ്റോക്കിലെ ഇൻടേക്ക് വാൽവിലെ ലീക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നു മുതൽ ഡിസംബർ 10 വരെ അടച്ചിടാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ മഴ പൂർണ്ണമായി നീങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് 1-2 ആഴ്ചയായി. അതുകൊണ്ട് തന്നെ ഈ മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പുറന്തള്ളുന്ന വെള്ളമാണ് മലങ്കര അണക്കെട്ടിൽ, അതായത് മൂവാറ്റുപുഴ ഇറിഗേഷൻ പ്രൊജക്ട് ആണ് MVIP. അതിലേക്ക് വെള്ളം എത്തുന്നത് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച ശേഷം പുറത്തു വരുന്ന വെള്ളമാണ്. അപ്പോൾ അത് വെള്ളം കുറയുന്നതോടുകൂടി ഈ ജലവിതരണത്തെ തടസ്സപ്പെടുമോ എന്നുള്ള ആശങ്ക ജലവിഭവ വകുപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലത്തേക്ക് ഈ നടപടി, അതായത് ഈ പൂർണ്ണമായും ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനം ആരംഭിക്കാനുള്ള നീക്കം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് ഒരു കമ്മിറ്റിയും കൂടിയുണ്ട്. ആ കമ്മിറ്റിയിൽ ഈ നിലവിലെ സാഹചര്യങ്ങൾ പഠിച്ചതിന് ശേഷം തീരുമാനം എടുക്കും എന്നുള്ളതാണ് KSEB അറിയിക്കുന്നത്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, കാരണം പ്രധാനമായിട്ടും ഒന്ന് ജലവിഭവ വകുപ്പ് കുടിവെള്ള വിതരണത്തിന്റെ ഉണ്ട്, ഒപ്പം തന്നെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയും കനാലിൽ കൂടി ഈ മലങ്കര അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ കൃഷികളൊക്കെ നടക്കുന്ന സംഭവം കൂടി ആയതുകൊണ്ട് തന്നെ കൃഷി വകുപ്പും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷയം ക്യാബിനറ്റിലേക്ക് വിവരങ്ങൾ നൽകിയത്. മൂലമറ്റം പവർ ഹൗസ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടാനുള്ള തീരുമാനം തൽക്കാലം മരവിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ മലങ്കര അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നതിന് തടസ്സം നേരിടുമെന്നതിനാലാണ് തീരുമാനം മാറ്റിവെച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ജോസിൽ സെബാസ്റ്റ്യൻ നൽകിയത്.